ചില ദിവസങ്ങളിലില്ലേ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല മൂഡ് ഓഫ് ഫീൽ ചെയ്യുന്നത്. മൂഡ് ഭയങ്കര ലോ ആണ്, അല്ലെങ്കിൽ ഒട്ടും എനർജി ഇല്ല ചെയ്യാനായിട്ട്, നല്ല ഉഷാറായിട്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ച ദിവസമായിരിക്കും ചിലപ്പോൾ ഈ ഉഷാർ ഏറ്റവും കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സംഭവം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾക്കും ചില ദിവസങ്ങളിലൊക്കെ ലോ മൂഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മൂഡ് ഓഫ് ഇടയ്ക്കിടെ വരുന്ന ഒരാളാണെങ്കിൽ ഇത് എൻ്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ, ഇത് മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വൈ ഹാസ് നോബഡി ടോൾഡ് മീ ദിസ് ബിഫോർ, എന്തുകൊണ്ടാണ് എന്നോടിത് ആരും നേരത്തെ പറഞ്ഞു തരാതിരുന്നത് എന്ന ഈ പുസ്തകത്തിൽ ചില ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. ഇത്ര സിമ്പിളായിരുന്നോ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജൂലി സ്മിത്ത് ആണ്. ഇവർ 10 വർഷത്തോളം ക്ലിനിക്കൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പല പേഷ്യൻസിനും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അവർ ചോദിച്ച ചോദ്യമാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, വൈ ഹാസ് നോബഡി ടോൾഡ് മീ ദിസ് ബിഫോർ എന്നുള്ളത്. നേരത്തെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും രൂക്ഷമാവുമായിരുന്നില്ല എന്ന് പേഷ്യൻസ് പറഞ്ഞു. അതിനുശേഷമാണ് പല കാര്യങ്ങളും ആക്ഷണബിൾ, നമുക്ക് ദിവസവും ചെയ്ത് ശീലിക്കാവുന്ന, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂഡ് സ്വിങ്സിനെ പറ്റി പറയുന്നുണ്ട്, ദേഷ്യം, അതുപോലെ എങ്ങനെ മോട്ടിവേഷൻ കീപ്പ് ചെയ്യാം, കുറേ ആക്ഷണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എക്സസൈസസ് ഒക്കെ ഉള്ളൊരു പുസ്തകമാണ്. ഒന്നാമത്തെ കാര്യം, മൂഡ് ലോ ആവുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ മൂഡ് ലോ ആവാനുള്ളൊരു കാരണം, അതിൻ്റെ ട്രിഗർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ ആ ട്രിഗർ വരാനായിട്ട് എന്ത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയത്, എങ്ങനെയാണ് ഞാൻ അതിന് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ഈ മൂഡ് ലോ ആവുന്ന സമയത്ത് സ്വയമേ ഒന്ന് സെൽഫ് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. ചിലപ്പോൾ നാളെ നല്ല അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മളെല്ലാം പ്ലാൻ ചെയ്തെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും മൊത്തത്തിൽ മൂഡ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്പോട്ടിൽ ഉണ്ടാകുന്ന ഒരു ഓഫ് അല്ല അത്. ഈ ബുക്കിൽ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കാം. അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് സ്ലീപ്പ് ഡെപ്രിവേഷനാണ്. ഉറക്കം ചിലപ്പോൾ തലേ ദിവസം നമ്മൾ നേരത്തെ ഉറങ്ങണം എന്ന് വിചാരിക്കുന്ന ദിവസം ഉള്ളതാണല്ലോ, ഉറക്കം വരികയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കണ്ട് ലേറ്റായി ഉറങ്ങിപ്പോയി കാണും. അല്ലെങ്കിൽ ഫുഡ് ഓവറായിട്ട് കഴിച്ചിട്ട് ചിലപ്പോൾ ഉറക്കം ലേറ്റായിട്ടുണ്ടാവും. അത് ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തലേ ദിവസം നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റായിട്ടുള്ള ജോലി ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഏതോ ഒരു സമയത്തായിരിക്കണം നമുക്കൊരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിൽ കയറുന്നത്. അത് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ഡേ മൂഡ് ഓഫ് ആകുന്നത്. അപ്പം നമുക്ക് എവിടെ വെച്ചാണ് ഈ മൂഡ് ഓഫിൻ്റെ ട്രിഗർ വരുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അവിടെ മുതലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ മൂഡ് ലോ ആയിക്കഴിഞ്ഞാൽ പിന്നീട് കുറേ മൈൻഡിൻ്റെ പിറ്റ്ഫോൾസിനെ പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി മൂഡ് ഓഫ് ആണ്, അപ്പോൾ രാവിലെ സപ്പോസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലെടുത്തു, പാല് മറിഞ്ഞു. അപ്പോൾ പറയും, ഇന്ന് രാവിലെ തൊട്ട് പാല് ഫസ്റ്റിലെടുത്തപ്പോൾ തൊട്ട് മറിഞ്ഞു, ഇന്നത്തെ ദിവസം പോക്കാന്ന് പറയും. അത് ജനറലൈസേഷൻ, ഇന്നത്തെ ദിവസം മൊത്തം ആ ഒരൊറ്റ കാര്യം കൊണ്ട് പോക്കാന്ന് പറയും. സംഭവം അത് വീണതല്ല, പക്ഷേ ഓൾറെഡി നമ്മുടെ മൂഡ് ലോയിലാണുള്ളത്. അത് വേറെ എന്തോ ട്രിഗർ കൊണ്ട് ഉണ്ടായ ഒരു കാര്യമായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പറയും, സപ്പോസ് ഇപ്പോൾ ഡ്രസ്സ് ഇട്ടത് നമുക്ക് തന്നെ കണ്ണാടി നോക്കി ഇഷ്ടപ്പെട്ടില്ല, പോകുന്ന വഴിക്ക് ഓഫീസിൽ നിന്ന് ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കുകയോ എന്തോ ചെയ്ത്, എൻ്റെ ഡ്രസ്സ് കൊള്ളാത്തതുകൊണ്ടാണ് അയാൾ ചിരിച്ചത്. തലേ ദിവസം ചിലപ്പോൾ ചിരിച്ചിരുന്നെങ്കിൽ അവർ ചിരിക്കുന്ന ആളാന്നുള്ളതായിരിക്കാം. നമ്മുടെ മൂഡിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം പിന്നീട് അങ്ങോട്ട് ഒരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഫാലസി തന്നെയുണ്ട്. ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനോട് കണക്റ്റഡ് ആയിട്ട് ഇന്ന് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി ഉണ്ട്. എന്ന് പറയുന്ന പോലെ എന്ത് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അന്നത്തെ മൂഡ് ഓഫിനുള്ള റീസണായിട്ട് അതിങ്ങനെ തുടരെ ആ ദിവസം കംപ്ലീറ്റ് ചിലപ്പോൾ കളഞ്ഞെന്ന് വരാം. ഇത് ശരിക്കും ഉള്ളതല്ല, ഇത് നമ്മൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ നമ്മുടെ ബ്രെയിൻ, നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എന്തൊരു ഫൈനൽ ഡിസിഷനിലേക്കാണ് എത്താൻ പറ്റുക, അതാണ് എത്രയും പെട്ടെന്ന് ബ്രെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഹൈറ്റ് പേടിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഹൈറ്റിൽ പോകുന്ന സമയത്ത് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, നേരത്തെ നമുക്ക് ഹൈറ്റിൽ പോയപ്പോൾ ഉണ്ടായ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.
ഹൈറ്റ് പോയാൽ പ്രശ്നമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ ബ്രെയിൻ ഏറ്റവും എളുപ്പമുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിയർ ഉണ്ട്, ഹൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാണ്. അത് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നീട് നമ്മുടെ ആക്ഷൻസ് അതിന് ഒപ്പിച്ചായിരിക്കും. കാരണം ബ്രെയിനിൻ്റെ പണി എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഡിസിഷൻ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഒരു ഹൈറ്റ് കയറാൻ പേടിയുള്ള ആൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു 2 സ്റ്റെപ്പെങ്കിലും നേരത്തെ കയറിയതിനേക്കാളും മുകളിലോട്ട് കയറുവാണെങ്കിൽ ബ്രെയിൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആവും. ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഈ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ ഈ പുസ്തകത്തിൽ പറയുന്നു. മറ്റൊരു കാര്യം, ഒരു ബോക്സ് ഉണ്ട്. ഒരു 4 കോളം ആയിട്ടുള്ളൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ പറയുന്നത് തോട്ട്സ് എന്നാണ്. തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണോ അത് കൺവേർട്ട് ആവുന്നത് ഫീലിങ്സിലോട്ട്. നെക്സ്റ്റ് ബോക്സിൽ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. ആ ഫീലിങ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫിസിയോളജിക്കലി നമ്മുടെ ഫിസിക്കൽ എന്തൊക്കെയാണ്, നമ്മൾ ചിലപ്പം ബ്രീത്തിൻ്റെ പാറ്റേൺ മാറുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന രീതി മാറുമായിരിക്കാം. അങ്ങനെ എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ആണ് കാണിക്കുന്നത്, ആക്ഷൻ, നമ്മൾ എന്ത് ആക്ഷനാണ് കാണിക്കുന്നത് എന്നുള്ള ഒരു ബോക്സ് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഇതേ ഓർഡറിൽ പോവില്ല. ഇത് തോട്ട് കഴിഞ്ഞു, ഫീലിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫിസിക്കലി എന്താണ് വരുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ, അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ആക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കാം ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു മൂഡ് ഔട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മൊബൈൽ എടുത്ത് റീൽസ് കാണുമായിരിക്കാം. ചിലവർ ആൽക്കഹോൾ എടുത്തിട്ട് ആ ഫുൾ ഫീലിംഗ് അങ്ങ് നമ്പ് ചെയ്യാൻ, അതൊന്ന് തരിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ആൽക്കഹോളായിരിക്കാം അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന അതൊരു ഷോർട്ട് ടേം റിലീഫാണ്. അപ്പം നമ്മൾ ശരിക്കും ഈ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ആ ആൽക്കഹോളിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ ട്രിഗർ അവിടെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഇത് ഒരു ഷോർട്ട് ടേം റിലീഫാന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മൊബൈലിൽ ടൂ മച്ച് അഡിക്റ്റഡ് ആണ്, രാത്രി ഉറക്കമൊഴിഞ്ഞൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാനല്ല, അതിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ട്, എന്തിൽ നിന്നും മാറാനായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. മറ്റൊരു കാര്യം, ഒരു ഫീലിംഗ് വീലിനെ പറ്റി പറയുന്നുണ്ട്. ഫീലിംഗ് വീൽ എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിലിപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. ഇപ്പോൾ ജെൻസിനോട് പറയും, ചെറുപ്പത്തിൽ പറയും ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയും. ചില സമയത്ത് ഇത് മൈൻഡിൽ ഇൻബിൽട്ടായിട്ട് അങ്ങനെ അങ്ങ് ഉള്ള ഒരു ആണ് ചിലപ്പോൾ കരച്ചിൽ വരുന്ന സമയത്ത് ദേഷ്യപ്പെടുമായിരിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് പുള്ളിയുടെ റിയൽ ഫീലിംഗ് ആയിരിക്കില്ല, വേറൊരു ഫീലിംഗ് ദേഷ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഫീലിംഗ് വീൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഐ ആം ഗുഡ് എന്നൊരു എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നു. ഐ ആം ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ, ഐ ആം ഹാപ്പി. ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് എന്താണ്, ചിലപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൊണ്ടുള്ള സന്തോഷമായിരിക്കാം. അപ്പോൾ ഐ ആം ഫീലിംഗ് കണ്ടൻറ്റഡ് എന്നാണ്. അല്ലെങ്കിൽ വേറെ ആളെന്നെ റെസ്പെക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കണ്ടൻമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഐ ആം ഫീലിംഗ് കണ്ടൻറ്റഡ്. അപ്പം നമ്മൾ ജസ്റ്റ് ബേസിക്കലി ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ഫീലിംഗിലങ്ങ് പറഞ്ഞു നിർത്തും. അപ്പോൾ ഇവിടെ ഈ ഫീലിംഗ് വീൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ വൊക്കാബുലറി കൂട്ടുക. കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ ഫീലിങ്സ് നമ്മൾ ജനറിക് ആയിട്ട് ഒറ്റ ടേമിലായിരിക്കും പറയുന്നത്. എനിക്ക് സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പം ചിലപ്പോൾ എനിക്ക് റിയലി സങ്കടമായിരിക്കില്ല, ചിലപ്പോൾ എൻ്റെ മുന്നിലുള്ള ആൾ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് ചെയ്തില്ല, എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളതായിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ റിയൽ ഫീലിംഗ് എന്താണ് എന്ന് നെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫീലിംഗ് വീൽ, അതിൽ ഒരുപാട്, ഇപ്പോൾ സങ്കടത്തിന് തന്നെ ഒരുപാട് പാരാമീറ്റേഴ്സ് അതിൽ പറയുന്നു. അങ്ങനെ ഫീലിംഗ് വീൽ എന്ന് പറയുന്നതും ഈ ബുക്കിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മോട്ടിവേഷനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന്, ബ്രെയിന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യകൾ ചെയ്യാനായിട്ട് നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പോലും അറിയാതെ ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗാർഡനിൽ കൂടെ അല്ലെങ്കിൽ ഒരു കാട്ടിൽ കൂടെ ഒരു വഴിക്കൂടെ തന്നെ എല്ലാ ദിവസവും നടക്കുകയാണെങ്കിൽ അവിടെ ഒരു വഴി ഓൾറെഡി തെളിഞ്ഞ് വരും, പിന്നെ അതിലെ കൂടെ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്ന പോലെ ദിവസവും ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്ക് ബ്രെയിനിന് പിന്നെ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ രാവിലെ എഴുന്നേറ്റു പല്ല് തേക്കണം എന്നാണെങ്കിൽ നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാതെ നേരെ ആ വഴിക്കൂടെ അങ്ങ് പോകുന്നു. കാരണം അതൊരു ഈസിയസ്റ്റ് പാത്താണ് ബ്രെയിനിന്. ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യം ഡ്രൈവ് ചെയ്യുന്ന പോലെയല്ല, ആദ്യം നമുക്ക് ബ്രേക്ക് എവിടെ, ആക്സിലേറ്റർ എവിടെ, എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും,
അപ്പുറത്തെ ആൾ ചിലപ്പോൾ 2 വഴക്ക് പറയുന്നുണ്ടാവും, ട്രാഫിക് നോക്കുന്നുണ്ടാവും, പല കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈവ് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിൽ അത് വയേർഡായി. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തല്ല നമ്മളെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോ. അത് ആ ഒരു പാത്ത് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഈസിനെസ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുത്തുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പിന്നീടൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല എന്നും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മോട്ടിവേഷൻ. പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എങ്ങനെയാണ്, ആരെങ്കിലും ഒരാൾ ഡിനൈ ചെയ്യുമ്പോഴാണോ അതോ എപ്പോഴാണ് ദേഷ്യം വരുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് എത്രമാത്രം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഡിപ്രസ്ഡ് എന്ന് നമ്മൾ തന്നെ പറയുന്നത്. അങ്ങനെ ആ ഒരു ഇമോഷണൽ വൊക്കാബുലറി നേരത്തെ ഞാൻ പറഞ്ഞ ആ കുറേ വേർഡ്സ് എന്താണ് നമ്മുടെ റിയൽ ഫീലിംഗ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ മോട്ടിവേഷനെ കുറിച്ച് വളരെ രസമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യം, 2 കുട്ടികൾ ഈ വായിൽ പോളോ മുട്ടായി ഉണ്ടല്ലോ, അത് വായിലിടുമ്പം പെട്ടെന്ന് നമുക്ക് കടിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ 2 കുട്ടികൾ ഈ പോളോ മിൻറ്റ് വിത്ത് എ ഹോൾ അത് വായിലിടുന്ന സമയത്ത് 2 കുട്ടികൾ ആരാ ഏറ്റവും ലാസ്റ്റ് ഇത് കടിക്കുന്നത് അതുവരെ നമുക്ക് വായിലിങ്ങനെ പിടിച്ച് വയ്ക്കാമെന്ന് പറയും. അപ്പോൾ ആ ഒരു ചെറിയ സിബ്ലിങ് തൊട്ട് നമ്മുടെ കുട്ടിയോടുള്ള ഒരു കോമ്പറ്റീഷൻ മതി നമുക്ക് കടിക്കാൻ തോന്നിയിട്ടും നമ്മൾ കടിക്കാതെ അത് മാക്സിമം ടൈം വായിൽ പിടിച്ച് വെക്കാനായിട്ട്. നമുക്ക് ഉള്ളിൽ നിന്ന് കടിക്കണം തോന്നുന്നുണ്ട്, പക്ഷേ ആ ഒരു ചെറിയ കോമ്പറ്റീഷൻ പോലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് വൈ ഹാസ് നോബഡി ടോൾഡ് മീ ദിസ് ബിഫോർ. അപ്പോൾ പുസ്തകത്തിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മൂഡ് ലോ ആകുന്നവർക്കും, അത് മാത്രമല്ല അങ്ങനെ ലോ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. കട്ടൻ ടോക്സിൻ്റെ ലൈഫ് സ്കിൽ ലൈബ്രറിയിൽ ഇതുപോലെയുള്ള ബുക്സാണ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിൻ്റെ ഒരു സമ്മറി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ശ്രമിക്കാം. ബുക്സിൻ്റെ സമ്മറി കേട്ടത് കൊണ്ട് ആ ബുക്കിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നല്ല, ആ പുസ്തകം വാങ്ങാനുള്ളൊരു മോട്ടിവേഷൻ മാത്രമാണ്. കാരണം നമുക്ക് ഒരിക്കലും ഇത്രയും ചെറിയൊരു ടൈം ഫ്രെയിമിൽ ആ ഒരു ബുക്കിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. ഓർമ്മയിൽ വരുന്ന എന്നാൽ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കട്ടൻ ടോക്സ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ എനിക്കും കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് കട്ടൻ ടോക്സ്.